1 പത്രോസ് അധ്യായം 5. ക്രിസ്തുവിന്റെ പീഠാനുഭവങ്ങളുടെ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ പങ്കാളിയും ഒരു കൂട്ടുമൂപ്പനുമായ ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ പരിപാലനത്തിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുവിൻ, ആരുടെയും നിർബന്ധത്താലല്ല, ദൈവം ആഗ്രഹിക്കുന്നതുപോലെ സന്മനസ്സോടും ലാഭമോഹത്തോടെയല്ല, ശുഷ്കാന്തിയോടും നിങ്ങളുടെ ചുമതലയിലുള്ളവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും ആയിരിക്കണം അത് ചെയ്യേണ്ടത്. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് തേജസ്സിന്റെ വാടാത്ത കിരീടം ലഭിക്കും. ഇളയവരെ, മൂപ്പന്മാർക്ക് വിധേയരായിരിപ്പിൻ. അന്യോന്യം ഇടപെടുന്നതിൽ നിങ്ങളെല്ലാവരും താഴ്മ ധരിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടെന്നാൽ ദൈവം അഹങ്കാരികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആകയാൽ ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ശക്തിയുള്ള ഭുജത്തിൻ കീഴിൽ നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ. ദൈവം നിങ്ങൾക്കായി കരുതുന്നതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവത്തെ ഭരമേൽപ്പിക്കുവിൻ. ആത്മനിയന്ത്രണം ഉള്ളവരായിരിപ്പിൻ. ജാഗ്രത പുലർത്തുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് തിരിഞ്ഞുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ വിധത്തിലുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുവിൻ. ക്രിസ്തുവിലുള്ള തന്റെ നിത്യ തേജസ്സിനായി നിങ്ങളെ വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ നിങ്ങൾ അല്പകാലത്തേക്ക് കഷ്ടം സഹിച്ചതിന് ശേഷം നിങ്ങളെ പരിപൂർണരാക്കുകയും ഉറപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും. ബലം എന്നേക്കും അവിടത്തേക്കുള്ളതായിരിക്കട്ടെ. ആമേൻ. ഇതാണ് യഥാർത്ഥ ദൈവകൃപയെന്ന് സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ വിശ്വസ്ത സഹോദരനായി കരുതുന്ന സിൽവാനോസ് മുഖാന്തരം ഇത് പ്രബോധന രൂപേണ ഇങ്ങനെ ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഈ ദൈവകൃപയിൽ ഉറച്ചു നിൽപ്പിൻ. നിങ്ങളോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ബാബിലോണിയായിലെ സഭയും എന്റെ മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.